ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കെമിസ്ട്രി എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. സോ കെമിസ്ട്രി എക്സാമിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം കെമിസ്ട്രി എക്സാമിന് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, സാധാരണ നമുക്ക് മോഡലിനും ക്രിസ്മസിനൊക്കെ വന്ന് നമുക്ക് പേപ്പർ അറിയാമല്ലോ, ഇത്രയും വലിയൊരു കെട്ടായിരുന്നു കെമിസ്ട്രിക്ക് കേട്ടോ. പക്ഷെ ഇത്തവണ പേപ്പർ കുറവായതുകൊണ്ട് ഒരു ആദ്യം കുറവായിരുന്നു. എല്ലാത്തിൻ്റെ പേപ്പറിന് ഇപ്പം എന്താ അറിയാമേ, വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല ഈ പബ്ലിക്കിൻ്റെ പേപ്പർ, അതെന്താണെന്ന് അറിയാൻ വയ്യ. സോ അപ്പം നമ്മുടെ കെമിസ്ട്രി എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഓവറോൾ പറയുന്നത് നമുക്ക് ഓരോന്നായിട്ട് ആദ്യം പറയുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് സെക്ഷനിലോട്ട് വരാം. ഫസ്റ്റ് ഞാൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ അതിന് ക്വസ്റ്റ്യൻ വരുമെന്നൊന്നും വിചാരിച്ചില്ല. പിന്നെ നമ്മൾ ഫിസിക്സിൽ ഓൾറെഡി അത് പഠിച്ച് നമുക്ക് അറിയാം, അതുകൊണ്ട് നമ്മളത് എഴുതി. പിന്നെ ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ കുഴപ്പമില്ലായിരുന്നു. തേർഡ് ഞാൻ ആദ്യം എഴുതിയില്ല കേട്ടോ. പിന്നെ എനിക്ക് സമയമുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അതുകൂടെ എഴുതാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആദ്യം എഴുതിയില്ലായിരുന്നു. പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എനിക്ക് ശരിയായോ അറിഞ്ഞൂടെ, എന്തായാലും അതെനിക്ക് അത്ര ഉറപ്പില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നോടെ എഴുതിയത് കേസ്. പിന്നെ നമ്മുടെ സ്ട്രക്ചറൽ ഫോർമുല, ഞാൻ സ്ട്രക്ചറൽ ഫോർമുലയ്ക്ക് ആദ്യം കണ്ടൻസി ഫോർമുല അങ്ങ് എഴുതി വെച്ചു കേസ്. പിന്നെയാണ് ഞാൻ സ്ട്രക്ചറൽ ഫോർമുല എഴുതിയത്, കാരണം എനിക്ക് എന്തോ ഒരു ഡൗട്ട് വന്നോണ്ട് ഞാൻ ആദ്യം കണ്ടൻസി ഫോർമുല എഴുതിയിട്ട് അത് വെച്ച് നോക്കി സ്ട്രക്ചറൽ ഫോർമുല എഴുതി. ഒന്നും തീരുന്നില്ല, എന്തോ പറ്റിയത്. സോ അപ്പോൾ ആ ഒരു ഭാഗം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ കുറച്ച് പേരൊക്കെ ഞങ്ങൾ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു പറഞ്ഞാൽ പലരും ചിലർ ടഫാന്ന് പറഞ്ഞാൽ ചിലർ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഓവറോൾ എല്ലാവരും പറഞ്ഞത് കുഴപ്പമില്ലായിരുന്നതാണ്, കാരണം പലർക്കും മറന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു പ്രശ്നമായിരുന്നു. ഞാൻ ഓവറോൾ പറയാം. മീൻസ് ഓവറോൾ കെമിസ്ട്രി എക്സാം സിമ്പിളാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മറന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തെടുത്ത് കഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും എന്താ എനിക്ക് ഓർമ്മ വരാത്ത, നമുക്ക് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ എക്സാം സിമ്പിളായിരുന്നു. പിന്നെ ഓർമ്മ വരാത്തതിൻ്റെ ഒരു പ്രശ്നമേ ഞാനിവിടെ കണ്ടോളൂ. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ സമയമുള്ളപ്പോൾ അത് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓപ്ഷൻസ് ഒന്നും വിട്ടില്ല, എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു. കാരണം ഞാൻ ആദ്യം ഇതൊന്നും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാറ്റി വെച്ചിട്ട് പിന്നെ നോക്കിയപ്പോൾ സമയമുണ്ട്. പിന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസിലൊക്കെ ഡൗട്ട് വരുമ്പോൾ പിന്നെ നമ്മളൊരു എക്സ്ട്രാ ആയിട്ട് ക്വസ്റ്റ്യൻ എഴുതില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് എഴുതിയത്. ഇത് ഇംഗ്ലീഷിലാകാൻ തോന്നുന്നു. പിന്നെ നമ്മൾ റേഡിയസ് ഓഫ് ദി തേർഡ് ഓർബിറ്റ് ഇത് ഞാൻ എഴുതി. ഇത് നമുക്ക് എളുപ്പമായിരുന്നു കേട്ടോ. പക്ഷെ ഇതൊന്നും ഞാൻ വരുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ, കാരണം പല എക്സാമിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല. അപ്പം ഇത്തവണ കുറച്ച് പാറ്റേൺ ഒക്കെ മാറ്റി ഒരു ന്യൂ ഫോമിലിട്ടാണെങ്കിൽ എനിക്ക് തോന്നി അതൊരു വെറൈറ്റി ആയിട്ടുണ്ട്, കൊള്ളാം. പിന്നെ ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ A B ഓപ്ഷൻ ഈ എക്സും വൈ ഒക്കെ എങ്ങനെ വന്നത് ഞാൻ ആദ്യം അറിയാം. മറ്റേ MOT അനുസരിച്ചാണെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ സംഭവം. പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓപ്ഷനാണെന്ന് തോന്നുന്നു. ഞാൻ ആൻസർ പറയപ്പെടുന്ന അതുകൊണ്ട് സോറി. അപ്പം ഇങ്ങനെ അതാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ ബൗണ്ടറി സർഫസ് PX ഓർബിറ്റിൽ അത് ഞാൻ ആദ്യം DXY ഒക്കെ ഓർത്ത് വെച്ചു. പിന്നെ ഞാൻ ചെയ്യുമോ PX ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം കുഞ്ഞൊരു സ്പേസുകളായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷീറ്റിൽ, ഇത്ര ഒരു സ്പേസുകളായിരുന്നു. അപ്പം അവിടെ വരയ്ക്കാൻ വിചാരിച്ചപ്പോൾ എന്തോത്തിൻ്റെ വെറുതെ പിശുക്കിത്തരം കാണിക്കുന്ന സർക്കാർ ഇരുന്ന പേപ്പറിൽ നമുക്ക് തിരിച്ച് അപ്പുറം സൈഡ് വെച്ച് വലുതായിട്ടാണ് വരച്ചു കൊടുത്തു. ഓക്കെ, അത് വലിയ പ്രശ്നമാണ്. പിന്നെ മെൻഷൻ 2 ടൈപ്സ്. ഇതിനകത്ത് എനിക്ക് ഞാൻ പറയാം മറ്റേ ഇന്ററും ഇൻട്രായും. എന്നിട്ട് ആ ഇൻട്രാ മോളിക്കുലായ സംഭവത്തിന്റെ എനിക്ക് വരയ്ക്കാൻ കിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ പേര് എഴുതി വെച്ചിട്ട് വരച്ചത് ഞാൻ വെട്ടിയിട്ട് പേര് എഴുതി വെച്ചു. എനിക്കാണ് മിക്സ് വയ്ക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഈ കൊച്ചു ആദ്യം ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ പേപ്പർ എടുത്ത് നോക്കണം, മൊത്തം വെട്ടുന്നത് എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. എനിക്ക് എന്തെങ്കിലും ഒന്ന് ഇതായി കഴിഞ്ഞാൽ ഞാൻ ഉടനെ അത് കറുപ്പിച്ചങ്ങ് നോക്കും. അതെൻ്റെ ഒരു ബാഡ് ഹാബിറ്റാണ്. പക്ഷെ മാറ്റണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ ട്രൈ ചെയ്യുന്നുണ്ട്, നടക്കുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ നമ്മളവിടെ സ്റ്റേറ്റ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒന്ന് പോയി കുത്തിയിട്ടിട്ട് പെട്ടെന്ന് കൊണ്ടുവന്നത്. സോ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്റ്റേറ്റ് ഫംഗ്ഷൻ പാത്ത് ഫംഗ്ഷൻ്റെ അവിടെയാണ് ഗൈസ്. അത് ആദ്യം വന്നപ്പോൾ ഞാൻ ചെയ്യുമോ എനിക്ക് തിരിഞ്ഞു പോകുമോ. പിന്നെ ഈ സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും പ്രശ്നമില്ല, പക്ഷേ ഇൻറ്റൻസീവ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എനിക്ക് എപ്പോഴും ഇടയ്ക്കൊക്കെ തിരിഞ്ഞു പോകാറുണ്ട്. ഇത് വലിയ പ്രശ്നമാണ്. പിന്നെ കോമൺ അയോൺ എഫക്റ്റ് എഴുതി ഗൈസ്. അതിൻ്റെ എക്സാമ്പിൾ ഒരു തരത്തി ഓർമ്മ വരുന്നില്ല. ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നല്ല ഗൈസ് ആ എക്സാമ്പിൾ ഒന്ന് ഓർത്തെടുത്തത്. ഞാൻ തന്നെ വിചാരിക്കുകയായിരുന്നു, എനിക്കതായിരുന്നു ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത. കാരണം എന്ന് പറഞ്ഞാൽ പഠിച്ചത് കാര്യങ്ങൾ ചിലതൊക്കെ മറന്നു പോകുമായിരുന്നു. അപ്പം എങ്ങനെയൊക്കെയോ കുത്തിയിരുന്നു ആലോചിക്കുമ്പോൾ കിട്ടുന്നുണ്ട്, പക്ഷെ എന്നാലും ഇതായിരുന്നു നമുക്ക് എഴുതുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു. പിന്നെ നമുക്കൊന്നും ലീവ് കുറവായിരുന്നു, പക്ഷെ അത് പറയാൻ പറ്റത്തില്ല. ഹിന്ദിക്ക് കുറേ ലീവ് ഉണ്ടായിരുന്നു, സുഖമായിട്ടിരുന്ന് പഠിക്കായിരുന്നു, പക്ഷേ അപ്പം നമ്മൾ പഠിച്ചില്ല. പിന്നെ ഈ ഡിസ്പ്രപ്പോർഷണൽ റിയാക്ഷൻ ഇതിൻ്റെ എനിക്ക് എക്സാമ്പിൾ അറിയായിരുന്നു, പക്ഷേ ഡിഫൈൻ ചെയ്യാൻ കൊണ്ട് നല്ല രീതിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഈ കെമിസ്ട്രി എക്സാമ്പിലായിരുന്നു നമ്മുടെ മോഡൽ. അപ്പോൾ അതിനകത്ത് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്പ്രപ്പോർഷനും പലരും ഇങ്ങനെ തിരിച്ച് എഴുതിയേക്കുന്നത്. അപ്പോൾ അത് വെച്ച് ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഡിഫറൻസ് നോക്കിയായിരുന്നു. ആ നോക്കിക്കൊണ്ട് പോയൊരു
കൺസെപ്റ്റിലാണ് ഞാൻ അത് എഴുതിയിരിക്കുന്നത്. അപ്പം അത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ എല്ലാം ഒരുവിധ ഓപ്ഷൻസ് ഒന്നും വിടാതെ എല്ലാം എഴുതി നോക്കിയപ്പോൾ സമയമുണ്ട് പിന്നെ എഴുതി. പിന്നെ ഡിറ്റക്ഷൻ ഓഫ് സൾഫർ ആ സാധനം ഞാൻ തന്നെ എവിടെ നിന്ന് നല്ല അടിപൊളി പച്ചവെള്ളം പോലെ പഠിച്ചിട്ടാണ് വയസ്സ് പോയത്. കാരണം ഓർഗാനിക് ഞാൻ ഇന്ന് രാവിലെ ഇരുന്നാണ് പഠിക്കുന്നത്. ഓക്കെ, ഞാൻ രാവിലെ ഇരുന്ന് പഠിച്ച കുറച്ച് മനസ്സിലാണെന്ന് ചോദിച്ചാൽ ഓർഗാനിക് ഇന്ന് രാവിലെ ഇരുന്നാണ് പഠിക്കുന്നത്. ഞാൻ ആകെ ഓർഗാനിക് മോഡലിന് ഇപ്പോഴും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പം എനിക്ക് ഫസ്റ്റ് പക്ഷേ മറന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഞാൻ സ്കൂളിൽ ചെന്നിട്ട് ആദ്യം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ഇതാണ് നോക്കിയത്. അപ്പം അത് എഴുതാൻ പറ്റി. പിന്നെ നമ്മുടെ സംഭവം നമ്മുടെ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ഫസ്റ്റ് ഞാൻ തേർഡ് എഴുതാനിതാണ്. തേർഡ് എഴുതാൻ നോക്കിയപ്പോൾ അതിനകത്തില്ല മറ്റേ മൈനസ് സൈൻ ഇല്ല, ആനയോൺ ഇല്ല. അപ്പം എനിക്ക് മനസ്സിലായി ആനയോൺ ഇല്ല. അപ്പം എനിക്ക് മനസ്സിലായി അത് ആരോമാറ്റിക് ഇല്ല. അപ്പോൾ ബാക്കി രണ്ടെണ്ണം തോന്നി അത് നമ്മൾ എഴുതി. പിന്നെ നമ്മുടെ ഈ സാധനത്തിന് ആദ്യം കണ്ടപ്പോൾ അങ്ങോട്ട് നോക്കണമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു ഡൗട്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അറിയാവുന്ന സാധനം പിന്നെ ഞാൻ ആൻസർ ചെയ്തു. ആദ്യം എനിക്ക് ഓർഗാനിക് ആയിട്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് എഴുതണോ വേണ്ടായോ. പിന്നെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കി നല്ല രീതിക്കൊന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി അത് എഴുതാൻ പറ്റുന്നതാണെന്ന്, കുഴപ്പമില്ല. അപ്പം അത് എഴുതി. പിന്നെ നമ്മുടെ വരുന്നത് പിന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 3 മാർക്കിൻ്റെ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നത് പോലെ തോന്നി. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എല്ലാം ഡിഫൈൻ ചെയ്യാനായിരുന്നു. ഞാൻ ഇന്നത്തെ അറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ വാല്യൂ എഴുതണോ വേണ്ടായെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ എന്തിനാ വാല്യൂ എഴുതി തെറ്റിക്കുന്നതിന് ശേഷം വാല്യൂ എഴുതിയില്ല, പകരം ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം. കാരണം ഇത് കഴിഞ്ഞ വട്ടം മോഡലിൽ ചോദിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ മറ്റേ ലേഹറിൽ വന്നില്ലായിരുന്നു മറ്റേ ഇംഗ്ലീഷ് പറയുമ്പോൾ എനിക്ക് പ്രൊഫൈലിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. ലേഹറിൽ വന്നില്ലേ. പിന്നെ അതെനിക്ക് ഹിന്ദിയിൽ വേറെന്താണ് ഒരു സംഭവം പത്രയ്ക്ക് ബെഞ്ച് വന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു മനസ്സിലായി ഈ മോഡലിന് ചോദിച്ച എല്ലാ ചോദ്യമൊന്നും വന്നില്ലെങ്കിലും കുറച്ചൊക്കെ ചോദ്യം നമ്മുടെ പബ്ലിക്കിനും വരും. അത് ഈ ഒരു ക്വസ്റ്റ്യനാണ് മനസ്സിലായി. ഈ സെയിം ക്വസ്റ്റ്യൻ മോഡലിന് ചോദിച്ചായിരുന്നു നമുക്ക്. പിന്നെ ആനൈസേഷൻ എന്തായാലും ഇത് പ്രശ്നമില്ലായിരുന്നു. ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിനകത്തൊന്നും ഒരു വെറൈറ്റി ഇല്ല. പിന്നെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ചെറിയൊരു ഡൗട്ടുണ്ട്, 18ാമത്തെ എനിക്കങ്ങോട്ട് ഉറപ്പില്ല. പിന്നെ ഞാൻ എക്സ്ട്രാ എഴുതിയോടെ വലിയ പ്രശ്നമില്ല. പിന്നെ ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും ഈ ഫ്ലൂയിഡിൻ്റെയും ക്ലോറിൻ്റെയും ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേസ്. എപ്പോഴും നമ്മളൊരു കുറച്ച് ഇയേഴ്സിൽ ഒരു പേപ്പർ എടുത്ത് നോക്കിയാൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ എം ഒ ടി തിയറിയുടെ മറ്റേ N2 അത് നമുക്ക് ആദ്യം എനിക്കത് തെറ്റെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ മറ്റേ കോൺഫിഗറേഷൻ എഴുതാൻ. പിന്നെ ഞാൻ എണ്ണി നോക്കി. എനിക്കില്ലേ ക്ലാസ്സിൽ വെച്ച് ഈ എലമെൻസിൻ്റെ അറ്റോമിക് നമ്പറൊക്കെ മറന്നു പോയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ എണ്ണി നോക്കായിരുന്നു. മിക്കവാറും ഹോളിൽ നിന്ന് വിചാരിച്ചത് ഈ കൊച്ചത് ഇങ്ങനെ ഇരുന്നുണ്ടെന്ന്, കണക്ക് എക്സാം അല്ലല്ലോ പിന്നെന്താ ഇങ്ങനെയെന്ന്. അങ്ങനെ ഞാൻ എണ്ണിയൊക്കെ നോക്കുന്നത്. പിന്നെ ഈ താഴത്തെ ഫോർമേഷൻ എന്താൽപ്പി കണ്ടുപിടിക്കുന്ന സംഭവം ഇത് ഞാൻ ആദ്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഒരുപാട് ഇക്വേഷൻ എല്ലാം കൂടെ കണ്ട് തലവിട്ട് പിടിച്ച് ഞാൻ അവിടെ നിന്ന് പോയി. എന്നിട്ട് പിന്നെ ബാക്കിയെല്ലാം എഴുതിയിട്ട് സമയം കിടക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം ഇതെനിക്ക് മനസ്സിലായി. അപ്പം ഞാനത് ചെയ്തു. അത് നമുക്ക് റിയാക്ഷൻ എന്തായാലും തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതിനകത്ത് ഫോർമേഷൻ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. ഇത്രയും ഇക്വേഷനൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് തലവിട്ട് പിടിക്കും, ഉറപ്പാണ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് തലവിട്ട് പിടിക്കും. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ബഫർ സൊല്യൂഷൻ നമ്മൾ എപ്പോഴും പഠിച്ചിട്ട് പോകുന്ന സാധനമാണ്, വലിയ പ്രശ്നമില്ല. കഴിഞ്ഞ വട്ടം ഞാൻ ചേഞ്ച് എന്ന് കണ്ടെഴുതി. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ ഓർത്ത് വെച്ചത് റെസിസ്റ്റ് എന്ന് എഴുതണം. ഇത്തവണ ഞാൻ റെസിസ്റ്റ് എഴുതി. പിന്നെ ബാലൻസ്ഡ് ഫോളോയിങ് ഇൻ ബേസിക് മീഡിയം ഞാൻ ലാസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടേ പോലെ. കാരണം ഞാൻ അസിഡിക് മീഡിയ കൂടുതലും നോക്കിയത്. പിന്നെ ഇത് കൂടുതലും എനിക്ക് തോന്നുന്നു ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ എഴുതുന്ന പറഞ്ഞാൽ എനിക്ക് കൂടുതലും കുറച്ചും കൂടെ കംഫർട്ടബിളും ചെയ്യാൻ എളുപ്പവും എനിക്ക് തോന്നിയിട്ടുള്ള ഹാഫ് നമ്പർ മെത്തേഡാണ്, മറ്റേ സ്പ്ലിറ്റ് ചെയ്തതിന്. അപ്പം ഞാൻ അത് ചെയ്തപ്പോൾ അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ നോക്കി ഇതിനകത്ത് സംഭവം ഇക്വേഷൻ വല്ല മെത്തേഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാമല്ലോ നമ്മൾ എഴുതി. പിന്നെ മെറ്റാമറസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ആലോചിച്ചു മെറ്റാമറസത്തിൻ്റെ സംഭവമായിരിക്കും. അങ്ങനെ 24ാമത്തെ ക്വസ്റ്റ്യന് വലിയ പ്രശ്നമായിരുന്നു. 25 ഇതും നമ്മുടെ മോഡലിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഈ MNൻ്റെയും മോഡലിൽ ചോദിച്ചാൽ തോന്നുന്നു. ഈ 25 പിന്നെ ഉറപ്പുള്ള ചോദ്യം സോഹോൾസ്. ഞാൻ വിചാരിച്ചു ഇത്താൻ ന്യൂമാനായിരിക്കും വരുന്നത്. ന്യൂമാനല്ല, സോഹോൾസ് തന്നെയായിരുന്നു വന്നത്. പിന്നെ അത് എഴുതി. പിന്നെ ഈ 26ാമത്തെ ഞങ്ങളുടെ പയ്യോ ഇതെന്ത് സാധനം, എനിക്ക് എന്തോ ഒരു ഇത് തരാം. ഞാൻ വിട്ടതാണ്. പക്ഷേ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇല്ല സാധനമാണ് അഡിഷൻ ഓഫ് HT മറ്റേ പിന്നെ നമ്മുടെ ഓസനോളിസിസാണ്. അപ്പോൾ പിന്നെ നമ്മളങ്ങ് ചെയ്തു. ഓസനോളിസിസ് തന്നെയാണ് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ നല്ല വൃത്തിക്ക് സാറ് പഠിപ്പിച്ചു. ഭയങ്കര കോമഡി ആയിരുന്നു അത് പഠിപ്പിച്ചപ്പോൾ. നല്ല രസമുണ്ടായിരുന്നു. സാർ കോഡൊക്കെ പറഞ്ഞത് അതിനകത്ത്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു. എനിക്കത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് എഴുതി. പിന്നെ ഞാൻ ഏറ്റവും കംഫർട്ടബിളായിട്ട് എല്ലാം നല്ല ഓർമ്മ വന്ന് വൃത്തിയായിട്ട് എഴുതിയ 4 മാർക്കിൻ്റെ ഭാഗമാണ് ഗൈസ്. മൊത്തം എഴുതിയ 4 മാർക്കിൻ്റെ നല്ല വൃത്തിക്ക് എഴുതിയിട്ടുള്ളത്. എനിക്ക് നല്ല ഉറപ്പുള്ളത് ഈ ഫോർ ക്വാണ്ടം നമ്പേഴ്സ് ഇൻഫർമേഷൻ ചോദിച്ചാൽ ഞാൻ വെച്ച് ഇൻഫർമേഷൻ. പിന്നെ എനിക്ക് മനസ്സിലാൻ പറ്റില്ല ഷെല്ലിൻ്റെ സബ്ഷെല്ലിൻ്റെ അങ്ങനെ പിന്നെ റേഞ്ചസ് വാല്യൂസ് അതെല്ലാം കൂടെ ഒരു പേജിലാക്കി എടുത്ത് എഴുതി. പിന്നെ നമ്മുടെ BSCPR തിയറി ഞാൻ നോക്കി അയ്യോ 2 പോസ്റ്റുലേറ്റ് എഴുതാനായിരുന്നു.
ഞാൻ VSCPR തിയറി പോസ്റ്റുലേറ്റ്സ് എന്നേ കണ്ടുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിനകത്ത് കുറേ പോസ്റ്റുലേറ്റ്സ്, ഒരു 4 പോസ്റ്റുലേറ്റ്സ് കാണില്ലേ, ആ 4 എഴുതി വെച്ച് ഈ 2 എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഞാൻ അത് വിചാരിച്ചത് 1 മാർക്ക് ഇതിന്. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, വിചാരിച്ചു 2 മാത്രം എഴുതിയാന്നുള്ള കാര്യം ശ്രദ്ധിച്ചില്ല. ഞാൻ എന്തായാലും അതിന് ഫുള്ളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ VSCPR തിയറി ഇത് പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ. പക്ഷെ 3 മാർക്കിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. ഇത് 2 പേരൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്, BF3 NH3 HQ ഒക്കെ. പക്ഷെ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ നല്ലൊരു ആലോചിച്ചപ്പോഴാണ് കിട്ടിയതെന്ന്. പിന്നെ എൻതാൽപ്പി ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ വായിച്ചിട്ടാണ് പോയി, അതൊക്കെ നമ്മൾ എഴുതി. എൻട്രോപ്പി പിന്നെ ഒരുവിധം എല്ലാം ചോദിക്കുന്നതാണ്. സ്പോണ്ടേനിയസ് പ്രോസസ്സ്, ഞാൻ ഫസ്റ്റ് ഈ സ്പോണ്ടേനിയസ് പ്രോസസ്സ് ഈ ΔG പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് മറ്റേ എക്സോതെർമിക്ക് എൻഡോതെർമി ചോദിക്കും, ഇങ്ങനെ ΔHന്റെ ΔSന്റെ വാല്യൂ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യുക, അതാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായല്ല, മറ്റേ നെഗറ്റീവ് വരുന്ന വാല്യൂ സംഭവം പറയുന്നതിനേക്കാണ് വരുന്നത്. അത് വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത എൻ്റെ ഫേവറേറ്റ് ഭാഗമാണ് ഈ പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറച്ച് ആ കോൺസെപ്റ്റ് ആയിരിക്കും നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻ, ഇത് നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ pH, ഞാൻ അത്രയും നേരം കാൽക്കുലേറ്റർ എടുക്കാതെ ഞാൻ ഇതിനും പിന്നെ വേണ്ട ഈ ഒരു ക്വസ്റ്റ്യന് മാത്രമാണ് കാൽക്കുലേറ്റർ എടുത്തത്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഈ സമയം ഗ്രാഫായിട്ട് ഈ ഒരു ക്വസ്റ്റ്യന് മാത്രമാണ് എടുത്തത്. അപ്പം അത് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ഞാൻ മറന്നുപോയ സാധനം എന്ന് പറയുന്നത് ഈ ഇലക്ട്രോമാഗ്നെറ്റിക് എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് എനിക്ക് തിരിഞ്ഞു പോകുമായിരുന്നു. പിന്നെ ഞാൻ നല്ല കറക്റ്റായിട്ടിരുന്ന് ഓർത്തെടുത്ത് എണ്ണിപ്പറക്കി എല്ലാം നല്ലൊരു എഴുതി. ഇവിടെ നോക്കിയപ്പോൾ അത് കറക്റ്റാണ്. പക്ഷെ ഞാൻ ഇച്ചിരി പാടുപെട്ടു. അതാണ് ഞാൻ പറയുന്നത്, എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. കാരണം ഓർമ്മ കിട്ടാത്തതുകൊണ്ട് എനിക്ക് എന്തോ പോലെയായിരുന്നു അങ്ങ്. പിന്നെ ഹോമോലിറ്റിക്, ഹെട്രോലിറ്റിക് ഇതൊക്കെ ഞാൻ രാവിലെ ഇരുന്ന് പഠിച്ചത്. രാവിലെ ഇരുന്ന് പഠിച്ചാൽ ചില ചാപ്റ്റേഴ്സൊക്കെ ഞാൻ പൊതുവെ ഒരു നൈറ്റ് ഔളാണ്. പക്ഷെ എനിക്ക് ചിലതൊക്കെ രാവിലെ ഇരുന്ന് പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഈ ടഫ് 2 ചാപ്റ്റർ, ഹൈഡ്രോ കാർബണും ഓർഗാനിക് കെമിസ്ട്രി, ഇത് 2 ഞാൻ രാവിലെ ഇരുന്നാണ് പഠിച്ചത്. അതുകൊണ്ട് നല്ല രീതിക്ക് തലയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓവറോൾ പറയുകയാണെങ്കിൽ കെമിസ്ട്രി എക്സാം വലിയ കുഴപ്പമില്ല, നമ്മൾ പോയി അത്ര നല്ലതായിരുന്നു എക്സാം. ഞാൻ വിചാരിച്ചത്രയൊന്നും ടഫായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എല്ലാ വിഷയവും ടഫായിരിക്കും, സീനായിരിക്കും, എല്ലാം പോക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കണക്കില്ല. പിന്നെ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന് താങ്ക്സ്. കാരണം എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറല്ല. മറ്റേതെന്ന് പറയുമ്പോൾ ഒരു 15 ഘട്ടോളം ഇത്രയും വലിയ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഇതാകെ ഒരു 8 പേജ് എങ്ങാണ്ട് 8 പേജ് എങ്ങാണ്ട് ഏകദേശം. അതുകൊണ്ട് ഇത് വലിയ സിമ്പിളായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ, നല്ലതായിരുന്നു. ഓവറോൾ എനിക്ക് എക്സാം ഈസി ആയിരുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻസിൽ പറയണേ. കൂടുതൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഡു സബ്സ്ക്രൈബ്. ബൈ.